ഇന്നലെ ഉച്ച മുതൽ രാത്രി വരെ നിർത്താതെ പെയ്ത മഴയിൽ തലസ്ഥാനം വെള്ളത്തിലായി. താഴ്ന്ന പ്രദേശങ്ങളും പ്രധാന റോഡുകളും വെള്ളത്തിനടിയിലായതോടെ ജനജീവിതം ദുസ്സഹമായി. AV ജയശങ്കർ തലസ്ഥാനത്ത് എന്ത് സംഭവിച്ചു എന്നതിന്റെ വിശദാംശങ്ങളുമായി. ജയശങ്കർ, ഒരൊറ്റ മഴയിൽ തലസ്ഥാനം മുങ്ങി എന്നുള്ളതാണ്. അതായത് ഇതിപ്പോൾ കാലവർഷം തുടങ്ങിയിട്ടില്ല, അതിന് മുൻപുണ്ടായിട്ടുള്ള മഴയാണ്. ഇതിൽ കോർപ്പറേഷൻ നൽകുന്ന വിശദീകരണം ഞാൻ മനസ്സിലാക്കുന്നത് 12 മണിക്കൂർ തുടർച്ചയായി മഴ പെയ്തു, അതുകൊണ്ട് ഇങ്ങനെ ഉണ്ടായി എന്നൊക്കെയുള്ളതാണ്. പക്ഷേ ഇനി വരുന്ന കാലവർഷം ഏത് തരത്തിലേക്കാകുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഇത്തരത്തിലൊക്കെയുള്ള മഴയോ അല്ലെങ്കിൽ അതിനേക്കാൾ ശക്തമായ മഴയോ ഒക്കെ പ്രതീക്ഷിക്കാം എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് മുന്നൊരുക്കമായി കോർപ്പറേഷൻ നടത്തിയിട്ടുള്ളത് എന്നതിൻ്റെ കൂടി ഉത്തരമല്ലേ ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്? ഏതൊക്കെ മേഖലകളിൽ നാശനഷ്ടമുണ്ടായി? ചാലയിലൊക്കെ കടകളിൽ വെള്ളം കയറി ലക്ഷക്കണക്കിന് രൂപയുടെ നാശം ഉണ്ടായിട്ടുണ്ട് എന്നതാണല്ലോ റിപ്പോർട്ട്. അനുജ, ഈ കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ ഇന്നലെ രാത്രി മുതൽ തലസ്ഥാനത്ത് വലിയ തോതിലുള്ള വെള്ളക്കെട്ടാണ് ഉണ്ടായത്. ഇന്ന് പകൽ സമയത്ത് മഴ മാറി നിന്നതോടെ നഗരത്തിന്റെ മിക്ക പ്രദേശങ്ങളിലെയും വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇതിലെ പ്രധാന ഒരു കാര്യം, ഒരു മഴ പെയ്യുമ്പോഴേക്കും നഗരം വെള്ളത്തിലാകുന്നൊരവസ്ഥയാണ്. ഇത് ഇന്ന് മാത്രം ഉണ്ടായൊരു സംഭവമല്ല. കഴിഞ്ഞ മഴക്കാലത്തെല്ലാം തന്നെ സമാനമായ രീതിയിലായിരുന്നു. നഗരത്തിന്റെ ഹൃദയഭാഗങ്ങളായ തമ്പാനൂരും കിഴക്കേക്കോട്ട ചാല മാർക്കറ്റ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ വ്യാപകമായി ഒരു മഴയിൽ തന്നെ വെള്ളം കയറുന്നു. ഓടകൾ നിറഞ്ഞൊഴുകുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു. കടകളിലേക്ക് വെള്ളം കയറുന്നു. വ്യാപാരികൾ ഉൾപ്പെടെ വലിയ പ്രതിസന്ധിയിലാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇപ്പോൾ തന്നെ ഇവിടെ ഓടകളുടെ പണി നടക്കുകയാണ് ചാല മാർക്കറ്റിൽ. ഇതെല്ലാം നിറഞ്ഞു കവിഞ്ഞിട്ടുണ്ട്. ഒരു മഴ കൂടി പെയ്തു കഴിഞ്ഞാൽ ഈ വെള്ളമെല്ലാം പുറത്തേക്ക് എത്തുന്ന ഒരു സാഹചര്യമാണ്. നഗരത്തിലെ മിക്ക ഓടകളുടെയും അവസ്ഥ ഇത് തന്നെയാണ്. ഏകദേശം നിറഞ്ഞു ഒഴുകുന്ന അവസ്ഥയാണ്. വെള്ളം പുറത്തേക്ക് പോകാത്തൊരു സാഹചര്യമുണ്ട്. ഈ നഗരസഭ മഴക്കാലപൂർവ്വ ശുചീകരണങ്ങൾ നടത്തുന്നു എന്ന് പറയുമ്പോഴും ഇത് പൂർണ്ണമായി പ്രായോഗികമായോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. കഴിഞ്ഞ ദിവസം മണിക്കൂറുകൾ മാത്രം മഴ പെയ്തപ്പോൾ നഗരത്തിന്റെ പ്രധാന ഭാഗങ്ങളെല്ലാം വെള്ളത്തിലായിരുന്നു. ആളുകളുടെ വണ്ടിയിൽ ഉൾപ്പെടെ വെള്ളം കയറി. പല കാറുകളും നഗരത്തിൽ നിർത്തിയിട്ട തമ്പാനൂരെല്ലാം കാറിലെല്ലാം വെള്ളം കയറുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വലിയ രീതിയിൽ പ്രചരിച്ചിരുന്നു. അത്തരമൊരു സാഹചര്യമാണ് ഉള്ളത്. ഈ നഗരത്തിൽ നിന്ന് വെള്ളം ഒഴുകിപ്പോകാത്തതാണ് ഇതിന്റെ ഒരു പ്രധാന ഘടകം. കാരണം 12 മണിക്കൂർ തുടർച്ചയായി മഴ പെയ്തപ്പോഴേക്കും നഗരം മുങ്ങാനുള്ള ഒരു കാരണം ഇതാണെന്നാണ് കോർപ്പറേഷന്റെ വിശദീകരണം. പക്ഷേ അഴുക്കുചാലിലൂടെ ഉൾപ്പെടെ വെള്ളം കൃത്യമായി പുറത്തേക്ക് പോയിരുന്നെങ്കിൽ ഈ ഒരു സാഹചര്യം ഒഴിവാക്കാമായിരുന്നു. മഴക്കാലപൂർവ്വ ശുചീകരണം നടത്തുന്നു എന്ന് പറയുമ്പോഴും പല ഇടങ്ങളിലും ഇപ്പോഴും ബ്ലോക്കുകൾ നിലനിൽക്കുന്നുണ്ട്. വെള്ളം കൃത്യമായി ഒഴുകിപ്പോകാത്തൊരു സാഹചര്യം നിൽക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ റോഡ് പണി പ്രധാന പ്രശ്നമാണ്. പലയിടങ്ങളിലും റോഡുകൾ കുഴിച്ചിട്ടിരിക്കുന്നു. ഓടകൾ ഇതുവരെ പൂർണ്ണമായി പ്രവർത്തനക്ഷമമായിട്ടില്ല. അതുകൊണ്ട് തന്നെ വെള്ളം കെട്ടിക്കിടക്കുന്നൊരു സാഹചര്യമുണ്ട്. എന്തായാലും ഇതിൻ്റെ എല്ലാം ബലം അനുഭവിക്കുന്നത് സാധാരണ ജനങ്ങളാണ്. അവരാണ് ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത്. ഇന്ന് എന്തായാലും പകൽ സമയത്ത് തലസ്ഥാനത്ത് മഴ മാറി നിന്നതോടുകൂടി വലിയ തോതിൽ വെള്ളക്കെട്ട് ഇറങ്ങിയിട്ടുണ്ട്. ചാക്കയിൽ ഈ വെള്ളക്കെട്ടിൽ വീണ് ഒരാൾ മരിച്ചിട്ടുണ്ട്. 83 വയസ്സുള്ള വിക്രമൻ എന്ന് പറയുന്ന ഒരാളാണ് ഇന്ന് രാവിലെയോടുകൂടി മരിച്ചത്. ഒരാൾക്ക് തലസ്ഥാനത്ത് ജീവനും നഷ്ടമായി. എന്തായാലും ഇനി വരാൻ പോകുന്നത് മൺസൂണാണ്. മൺസൂണിന് മുമ്പെങ്കിലും ഈ വെള്ളക്കെട്ട് കുറയ്ക്കാൻ, ഈ വെള്ളം നഗരത്തിൽ നിന്ന് പുറത്തേക്ക് എത്തിക്കാനുള്ള ഒരു സംവിധാനം നഗരസഭ ഉണ്ടാക്കിയില്ല എങ്കിൽ മൺസൂൺ കാലത്ത് നഗരം വെള്ളത്തിലായിരിക്കും. ഒരുപക്ഷെ നഗരത്തിലൂടെ ബോട്ട് ഓടിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് അത്തരത്തിലേക്കൊരു സാഹചര്യം ഉണ്ടാകാതിരിക്കട്ടെ. കോർപ്പറേഷന്റെ അടിയന്തര ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്.